ഹലോ എവരി വൺ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളിലെ വൺ ഓഫ് ദ മേജർ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്ന ഒരു കാര്യമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നാട്ടിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുന്നത് കുറെ അധികം കോഴ്സുകളും കോളേജുകളും ക്രമമായിട്ട് പറയുന്നതിന് തുല്യം. ഒരു ലാർജ് ക്രൗഡിന് മുന്നിൽ കുറെ കോളേജുകളുണ്ട്, കുറെ കോഴ്സുകളുണ്ട് എന്ന് പറയുന്നതാണ് കരിയർ ആപ്റ്റിറ്റ്യൂഡും അതിന്റെ മാപ്പിങ്ങും എന്നുള്ളൊരു കാര്യം ആയി ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. പക്ഷെ ശരിക്കും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിംഗ് ആൻഡ് കരിയർ മാപ്പിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻഹറന്റ് ആയിട്ടുള്ള കുറച്ച് ആപ്റ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കുക, അതിനെ കോഴ്സുകളോ കോളേജസോ ആയിട്ടോ മാപ്പ് ചെയ്യുന്ന ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിംഗും കരിയർ മാപ്പിംഗും. അതല്ലാണ്ട് ഒത്തിരി കോഴ്സുകളെ പറ്റിയും കോളേജുകളെ പറ്റിയും റാൻഡമായി പറയുന്ന ഒരു പ്രോസസ് അല്ല ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിംഗ് എന്നൊരു കാര്യം. ഉദാഹരണത്തിന് നിങ്ങളുടെ ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡും വെർബൽ റീസണിംഗും ഹൈ ആണെങ്കിൽ നിങ്ങൾക്ക് ടീച്ചിങ്, ലോ, പ്രിസൈസ് കമ്മ്യൂണിക്കേഷൻ പോലെയുള്ള ഒരു കാര്യങ്ങൾ പറ്റുമെന്നും നിങ്ങൾക്ക് ലോ പോലെയുള്ള ഒരു കോഴ്സ് എടുക്കാമെന്നും അതിന് നാഷണൽ ലോ യൂണിവേഴ്സിറ്റികൾ നല്ലതാണെന്നും അതിന് ക്ലാറ്റ് പോലുള്ള ഒരു എൻട്രൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യവും ബോധ്യപ്പെടുത്തുന്ന ഒരു സയന്റിഫിക് പ്രോസസ് ആയിരിക്കണം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിങ്ങും കരിയർ മാപ്പിങ്ങും എന്നുള്ളൊരു കാര്യം. രണ്ടാമത്തെ ഒരു പ്രശ്നം ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആപ്റ്റിറ്റ്യൂഡ് നിങ്ങളുടെ അലൈൻ ചെയ്യുന്ന ഒരു സമയത്ത് ഇതിനൊന്നും ഡാറ്റയോ പ്രൂഫോ ലാർജർ ആയിട്ട് നമ്മുടെ ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെന്റേഴ്സ് കാണിക്കുന്നതിൽ ഭയങ്കര വിമുഖത കാണിക്കുന്നുണ്ട്. അതായത് അവർ പറയുന്നത് നിങ്ങളുടെ ടെസ്റ്റിന്റെ ബേസിസിൽ നിങ്ങൾ ഭയങ്കര ക്രിയേറ്റീവ് ആണ്, നിങ്ങൾ ഭയങ്കര ക്രിയേറ്റീവ് ആയതുകൊണ്ട് നിങ്ങൾ ഡിസൈൻ നല്ലതായതുകൊണ്ട് ഈ കോളേജ് ചൂസ് ചെയ്തോ എന്നൊരു കാര്യം. പക്ഷെ ഇവിടുത്തെ ആദ്യത്തെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് കിട്ടേണ്ട ഡാറ്റ പബ്ലിക്കലി വെരിഫൈബിൾ ആയിരിക്കണം. അതായത് നിങ്ങൾക്കും എനിക്കും അത് എന്താണ് എന്ന് മനസ്സിലാകാനുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു അവകാശമുണ്ട്. രണ്ട്, ഈ ഡാറ്റ എങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ക്രിയേറ്റീവ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെ സ്വാധീനിക്കുന്നു എന്നുള്ളൊരു കാര്യവും പ്രൂഫ് ചെയ്യണം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് പെർസെപ്ച്വൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് എന്ന് ഡാറ്റ ശരിവെക്കണം, അത് നിങ്ങളിലുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് പ്രൂവ് ചെയ്യണം. അതായത് എത്ര പെർസെന്റേജിലോ എത്ര ത്രെഷോൾഡിനോ മണ്ടേൽ എന്നുള്ളൊരു കാര്യം. ബേസിക്കലി സമ്മറി എന്താന്ന് പറഞ്ഞാൽ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒത്തിരി കോളേജും കോഴ്സുകളും പറയുന്നതല്ല. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതിന് ഡാറ്റ ഇല്ലാണ്ട് പറയുന്നതിന് യാതൊരു സയന്റിഫിക് ആയിട്ടുള്ള വസ്തുതയും ഇല്ല എന്നൊരു കാര്യമാണ്. താങ്ക് യു സോ മച്ച്.